ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ക്യാൻസർ ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എ ലംപ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, അതായത് നമ്മുടെ കഴുത്തിന് മുന്നിലായിട്ട് മുഴ അല്ലെങ്കിൽ നീർക്കെട്ട് പോലെ കാണപ്പെടുന്നു. രണ്ടാമത്തേത് സോളൻ ലിംഫ് നോഡ്, കഴുത്തിൻ്റെ ഇരുവശത്തുമുള്ള ലിംഫ് നോഡുകളിൽ നീർക്കെട്ട് രൂപപ്പെടുന്നു, അതിങ്ങനെ മുഴച്ച് നിൽക്കുന്നു. മൂന്നാമത്തേത് പെയിൻ ഇൻ ദ ത്രോട്ട് ഓർ നെക്ക്, അതായത് നമ്മുടെ ത്രോട്ട്, തൊണ്ട അല്ലെങ്കിൽ കഴുത്തിന് എപ്പോഴും വേദന അനുഭവപ്പെടുന്നു. നാലാമത്തേത് ചേഞ്ചസ് ഇൻ ദ വോയിസ്, നമ്മുടെ ശബ്ദത്തിന് സാധാരണഗതിയെ അപേക്ഷിച്ച് ശബ്ദത്തിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു. അഞ്ചാമത്തേത് പെർസിസ്റ്റ് കഫ്, അതായത് സാധാരണഗതിയെ അപേക്ഷിച്ച് ഈ ചുമ, അസാധാരണമായിട്ട് ചുമ ഇങ്ങനെ നീണ്ട് നിൽക്കുന്നു, എപ്പോഴും ചുമയ്ക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ആറാമത്തേത് ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്, അതായത് നമുക്ക് ശ്വാസം എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഏഴാമത്തേത് ഡിഫിക്കൽട്ട് ഇൻ സ്വാളോയിങ്, അതായത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എട്ടാമത്തേത് ഫറ്റീഗ്, എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവരിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി ഇത്തരത്തിൽ ഈ തൈറോയ്ഡ് ക്യാൻസർ ഉള്ള ആൾക്കാരിൽ അത് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് TFT അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോൺസുകളുടെ അളവ് നോക്കുന്ന ബ്ലഡ് ടെസ്റ്റാണിത്. രണ്ടാമത്തേത് തൈറോഗ്ലോബുലിൻ ടെസ്റ്റ്, അതായത് തൈറോയ്ഡ് ആൻറ്റിബോഡീസിൻ്റെ അളവ് നോക്കുന്ന ബ്ലഡ് ടെസ്റ്റാണിത്. മൂന്നാമത്തേത് തൈറോയ്ഡ് അൾട്രാസൗണ്ട് സ്കാനിങ് വഴി തൈറോയ്ഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. നാലാമത്തേത് തൈറോയ്ഡ് ബയോപ്സി, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നുള്ള സെൽസുകൾ ശേഖരിച്ച് ബയോപ്സി വഴി തൈറോയ്ഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. അഞ്ചാമത്തേത് CT സ്കാൻ. ആറാമത്തേത് MRI. ഈ ടെസ്റ്റുകൾ വഴി തൈറോയ്ഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.